ഒരു സ്വഭാവമില്ല, ആ ഒരു ചിന്തയില്ല, ആ ഒരു രീതിയില്ല. നമ്മുടെ മുൻപിൽ ഒരു കാര്യമുള്ളൂ: വിശക്കുന്നവൻ ആഹാരം, വിശക്കുന്നവൻ ആഹാരം, നഗ്നന് വസ്ത്രം, കിടപ്പാടമില്ലാത്തവന് വീട് കിട്ടിയിരിക്കണം. അതാണ് നമ്മുടെ ഡിമാൻഡ്, അതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ശബ്ദത്തിന് ഇപ്പൊ ശക്തി കുറവാണ്. നമ്മുടെ ശബ്ദത്തിന് ഇപ്പോ അതിന്റെ പ്രാരംഭഘട്ടമാണ്. അതിന്റെ വലിയ പവറൊന്നുമില്ല. കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാരനാണ് നമ്മുടെ നിൽക്കുന്നത്. അംബാനി അദാനിയൊന്നും അല്ല. നമ്മുടെ കൂടെ ഈ സമൂഹത്തിലുള്ളവർക്കെല്ലാം അവരൊക്കെ അംബാനിയും അദാനിയാകണം. അതാണ് നോക്കുന്നത്. കുനിഞ്ഞവരെ തല താഴോട്ട് നോക്കി ചേരിയിൽ താമസിക്കുന്നവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഉടുതുണിയില്ലാത്തവരുടെ വിഷമം മനസ്സിലാക്കുന്നില്ല. അവര് പ്രബുദ്ധരായ ആ കോടീശ്വരന്മാരുടെ ജീവിത സുഖങ്ങൾ എങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളതിനുള്ള പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്. അവിടെ ഒരു പൊളിച്ചെടുത്താവണം അഗസ്ത്യമലയോര വികസന സമിതി. അതിന്റെ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ. നമുക്ക് നേരത്തെ പറഞ്ഞു, നമ്മുടെ മുൻപിലുള്ള ജാതി മത സമവാക്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ള അപ്രോഷൻ: വൃത്തിയാണ് ജാതി, വിവരമാണ് മതം, സത്യമാണ് ദൈവം. അതാണ് അഗസ്ത്യമലയോര വികസന സമിതി മുന്നിൽ വയ്ക്കുന്ന പ്രസ്താവന. വൃത്തിയാണ് ജാതി, വൃത്തിയുള്ളവൻ ആരായാലും അവൻ ഒരു ജാതിയാണ്. വിവരമാണ് മതം, എല്ലാത്തിനെ കുറിച്ച് വിവരം ഉണ്ടാവും. ആ മതം, ആ അഭിപ്രായം അതും ശക്തമാകും. എല്ലാവർക്കും ഈശ്വരൻ വേണം. ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കണം. കള്ളം പറയുന്നവനല്ല ഈശ്വരൻ, കള്ളം കാണിക്കുന്നവനല്ല ഈശ്വരൻ. ഈ സ്വരത്തിലുള്ളവനാണ് ഈശ്വരനെങ്കിൽ ഈ സ്വരത്തിലുള്ളവൻ സത്യം ആയിരിക്കണം. ആ സത്യം വന്നാൽ മാത്രമേ ഈ കപടത നിറഞ്ഞ ലോകത്ത് ഒരു തിരുത്തൽ ഉണ്ടാക്കാൻ കഴിയൂ. ആ തിരുത്തലിന് വേണ്ടിയാണ് നമ്മൾ പാടുപെടേണ്ടത്. നമ്മുടെ അടുത്ത തലമുറയിൽ കൈകൾ മാറ്റി കൊടുക്കേണ്ടത്. ആ ഒരു നല്ല നാള് നമ്മുടെ മുൻപിൽ വരണമെങ്കിൽ നമ്മൊക്കെ തന്നെ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പുറകെ പോകാതെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ പേരെ, നമ്മുടെ വിശ്വാസം നമുക്ക് വിശപ്പ് മാറണം, നമുക്ക് കയറിക്കിടക്കാൻ ഇടം വേണം, നമുക്ക് സുരക്ഷിതമായി ജീവിക്കണം, നമുക്ക് വിദ്യാഭ്യാസം വേണം, നമുക്ക് സമൂഹത്തിൽ എല്ലാവരും പോലെ ജീവിക്കണമെങ്കിൽ, എല്ലാവരും തുല്യരാവണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ശബ്ദം എത്തേണ്ടിടത്ത് എത്തണം. 2022 മുതൽ നമ്മുടെ ശബ്ദം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും അടുത്തെത്തിയാണ്. 2022 മുതൽ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇറങ്ങിയ കാര്യങ്ങൾ വിജയിപ്പിച്ചിട്ട് നമ്മൾ വിശ്രമിക്കൂ, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മരണം വരണം. അതിന്